നിലവിലെ ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു വലിയൊരു പ്രതിസന്ധി തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യയുടെ ടോപ്പ് ടയർ ലീഗിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യൻ ഫെഡറേഷൻ, അതായത് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ആയിട്ടുള്ള AIFFൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ് നിലവിൽ ഉള്ളത്. ഇതൊക്കെ ബന്ധപ്പെട്ട് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ISL ക്ലബ്ബുകളായിട്ടുള്ള 11ഓളം ക്ലബ്ബുകൾ AIFFന് ഇന്നലെ വീണ്ടും ഒരു ലെറ്റർ അയക്കേണ്ട സിറ്റുവേഷൻ, കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു ലെറ്റർ അയക്കേണ്ടി വന്ന സിറ്റുവേഷനിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. തങ്ങൾക്ക് ഒരു അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ് എന്ന തരത്തിലാണ് ക്ലബ്ബുകൾ AIFFനെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് മാറി നിന്നിട്ടുള്ള 2 ക്ലബ്ബുകൾ എന്ന് പറയുന്നത് കൊൽക്കത്തൻ ക്ലബ്ബുകളായിട്ടുള്ള മോഹൻ ബഗാനും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളുമാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ മെജോറിറ്റി ഓഫ് ദ ക്ലബ്സ് അവർക്ക് ഒരു അടച്ചുപൂട്ടൽ അല്ലെങ്കിൽ ISLൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. അതായത് ISLൻ്റെ ഭാവി എന്താവുമെന്ന് ഒരു വ്യക്തതയില്ലാത്ത സിറ്റുവേഷൻ തന്നെയാണത്. ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ AIFFൻ്റെ ഭരണഘടനാ കേസിൽ നിലവിൽ തീരുമാനമെടുത്തു എന്ന് സുപ്രീം കോർട്ടിൽ നിന്നൊരു അറിയിപ്പ് ലഭിക്കുന്നത്. ഈ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ AIFFൻ്റെ ഒരു താൽക്കാലിക ഭരണഘടനയിൽ നിന്ന് ഒരു കേസുണ്ടായിരുന്നതാണ്. ഇതിനെതിരെ അപ്പീൽ ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റേറ്റ് കമ്മിറ്റി ആയിരുന്നു. സോ ഈ കാര്യത്തിലുണ്ടായിരുന്ന കേസിൽ ഒരു പ്രധാന തീരുമാനം എടുത്തുവെന്നും അതോടൊപ്പം തന്നെ ഇനി സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ള പുതിയ സ്പോർട്സ് ബില്ലും കൂടി വ്യക്തമായി പരിശോധിച്ച് കൃത്യമായ ഒരു തീരുമാനം ഈ വരുവാനായിട്ട് പോകുന്ന വെള്ളിയാഴ്ച എടുക്കുമെന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഇന്ത്യൻ ഫുട്ബോളിന് വളരെയധികം ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. എങ്കിൽ പോലും നിലവിൽ ഇപ്പോഴും ഒരു അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ISLൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ ഒരു വ്യക്തമായ മറുപടി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭാഗത്തുനിന്ന് വ്യക്തമാകുന്നില്ല. അവർ സൂപ്പർ കപ്പ് നടത്തുമെന്നാണ് അറിയിച്ചിട്ടുണ്ടാകുന്നത്. അതിനുവേണ്ടിയുള്ള ഫിക്സ്ചർ തീരുമാനിക്കുന്ന ഒരു മീറ്റിംഗ് ഉടനെ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഇന്ന് വേറൊരു മീറ്റിംഗ്, അതായത് ക്ലബ്ബുകളുടെ ലീഗൽ കമ്മിറ്റിയുമായി നടത്തുമെന്ന് നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ്. സോ ഇങ്ങനെ ഒരുപാട് മീറ്റിംഗ് നടക്കുന്നതല്ലാതെ ഒരു വ്യക്തമായിട്ടുള്ള തീരുമാനം ഇതുവരെ ഒരു ഡയറക്ടർമാർക്കും, അതായത് ഒരു മേലധികാരികൾക്കും വ്യക്തമായി എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് നിലവിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ ഇനി എത്ര വർഷം കഴിഞ്ഞാലും ഇന്ത്യൻ ഫുട്ബോളിന് ഒരു പുകഴ്ച അല്ലെങ്കിൽ ഒരു ഉന്നമനം ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് മുഖം നോക്കി പറയാൻ തന്നെ സാധിക്കുന്നതാണ്. കാരണം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ സാഹചര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്നതിന് പകരം ഒരുപാട് പിന്നോട്ടാണ് വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പല കോച്ചുമാരെ കൊണ്ടുവരുന്നതിനേക്കാളും പല തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പ് വ്യക്തമായ അഴിച്ചുപണികൾ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തേണ്ടതാണ്. അതിനെല്ലാം പുറമെ പല ടീമുകളുടെയും, അതായത് നിലവിലെ ചില ടീമുകളാണെങ്കിൽ തങ്ങളുടെ താരങ്ങളെ വിട്ടുകൊടുക്കാത്ത സിറ്റുവേഷനിലേക്ക് വരെ നീങ്ങുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. അതായത് ഈ ഇടയ്ക്ക് നടക്കുന്ന ഖാലിദ് ജമീൽ കോച്ചായ ശേഷമുള്ള ആദ്യത്തെ ക്യാമ്പിൽ പല ടീമുകളും തങ്ങളുടെ താരങ്ങളെ വിട്ടുകൊടുക്കാത്ത ഒരു സിറ്റുവേഷനിലുമുണ്ട്. സോ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ വളരുകയില്ല എന്ന് എടുത്തെടുത്ത് പറയേണ്ടതാണ്. അതിനെല്ലാം പുറമെ ഇതുപോലുള്ള കമ്മിറ്റിയുടെ ചില മോശമായ തീരുമാനങ്ങളും അതിനെല്ലാം പുറമെ അവരെടുക്കുന്ന ഫോൾസ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഇന്ത്യൻ ഫുട്ബോളിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് അല്ലെങ്കിൽ നൽകുന്നതാണ്. ഇതിനെല്ലാം പുറമെ ഇന്ത്യയുടെ ടോപ്പ് ടയർ ലീഗായിട്ടുള്ള ISLും കൂടി ഇങ്ങനൊരു പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ അതെടുത്തെടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി ഈ ഒരു പോക്കാണെങ്കിൽ എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ളത്.